ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് RRB SSC എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമ്മുടെ മാത്സിലെ ടൈം ആൻഡ് വർക്ക് എന്നുള്ള ഏരിയ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അതിലെ ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ആണ് ടൈം ആൻഡ് വർക്കിലെ ഓൾട്ടർനേറ്റ് ഡേ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻസ് വരുമ്പം എങ്ങനെയാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഞാൻ അതൊന്ന് പറയാം. വർക്കിന്റെ ഇക്വേഷൻ എന്താ? വർക്ക് എന്ന് വെച്ചാൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് അല്ലെ? എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്, നന്നായിട്ട് മനസ്സിലാക്കുക. എഫിഷ്യൻസി എന്ന് വെച്ചാൽ 1 ഡേയ്സ് വർക്ക് അല്ലെങ്കിൽ 1 അവേഴ്സ് വർക്ക് അല്ലെങ്കിൽ യൂണിറ്റ് വർക്ക്. ഒരാൾ ഇപ്പൊ ഇങ്ങനെ പറയാം, 5 ദിവസം ഒരാൾ ജോലി ചെയ്യുന്നു, അപ്പൊ അയാൾ ഒരു ദിവസം എന്ത് ജോലി ചെയ്തോ അതിനെയാണ് അയാളുടെ കഴിവ് അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മണിക്കൂറാണ് ചെയ്തെങ്കിൽ 5 മണിക്കൂർ അയാൾ ചെയ്തു എങ്കിൽ 1 മണിക്കൂർ അയാൾ എന്ത് ചെയ്തു, അതാണ് അയാളുടെ കഴിവ്. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം ഇത്ര 2 വർക്ക് ചെയ്യാം, അങ്ങനെ 10 ഡേയ്സ് ചെയ്താൽ അയാളുടെ വർക്ക് എത്ര? 2 × 5 10 ആണ് അയാളുടെ വർക്ക്. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിക്കുക. വർക്ക് ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. അതേപോലെ എഫിഷ്യൻസി ഈക്വൽ ടു വർക്ക് ബൈ ടൈം, ടൈം ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെറ്റ് എന്നൊന്ന് ആലോചിച്ചിരിക്കുക. വെറ്റ്, WET, വെറ്റ്, വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം, എഫിഷ്യൻസി ഈക്വൽ ടു വർക്ക് ബൈ ടൈം, ടൈം ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി. ഓക്കെ, എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്? 1 ഡേയ്സ് വർക്ക് അല്ലെങ്കിൽ 1 അവേഴ്സ് വർക്ക് അല്ലെങ്കിൽ യൂണിറ്റ് വർക്ക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എഫിഷ്യൻസി മെത്തേഡിലാണ് ടൈം ആൻഡ് വർക്കിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, അതെന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, ടൈമുകൾ ഒരാൾക്ക് ഒരു ജോലി, ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്കോ ഒരു ജോലി ഫുള്ളായി ചെയ്ത് തീർക്കാനുള്ള ടൈം തന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമുകളുടെ LCM എടുക്കുന്നതായിരിക്കും ആ ക്വസ്റ്റ്യനിലെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം ഉണ്ടായത് കൊണ്ട് തന്നെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് എഫിഷ്യൻസി മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ പറയാം. Q and R can do a piece of work in 10, 20 and 30 days respectively. ഓക്കെ, ഇത്രയും. ഇത് പിന്നെ നമ്മളുടെ ഓൾട്ടർനേറ്റ് ടൈപ്പിന്റെ ക്വസ്റ്റ്യനിലേക്ക് പിന്നെ നമ്മൾ വരും. അപ്പൊ ആദ്യം ഞാൻ ആ ഒരു സെന്റൻസിൽ അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. 3 പേർക്ക് 10, 20, 30 ഡേയ്സിൽ തീർക്കാൻ പറ്റും. അത് അവരെങ്ങനെ ചെയ്യുന്നു എന്നല്ല, അവരുടെ കഴിവിനെ പറയാനാണ് ആ പറയുന്നത്. അതായത് Pക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് 10 ഡേയ്സ് വേണം, Qവിന് ഒരു ജോലി ചെയ്യാനായിട്ട് 20 ഡേയ്സ് വേണം, Rന് അതേ ജോലി തന്നെ ചെയ്യാനായിട്ട് 30 ഡേയ്സ് വേണം. ഓക്കെ, ഈ ഒരു പോയിന്റ് ടൈം ആൻഡ് വർക്കിൽ എല്ലാ ക്വസ്റ്റ്യനിലും ചിലപ്പോൾ നമുക്ക് ഇതേപോലെ കാണാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ ടൈമുകളുടെ LCM എടുക്കുന്നതായിരിക്കും വർക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ എവിടെ വർക്കിന് ആവശ്യം വന്നാലും അതാണ് വർക്ക്. ദെൻ അവരുടെ എഫിഷ്യൻസി കാണുക. വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് എഫിഷ്യൻസി കിട്ടും. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ടൈം ആൻഡ് വർക്കിലെ മിക്ക ക്വസ്റ്റ്യനുകളിലും നമ്മൾ ചെയ്യുന്നതാണ്. ഈ ഒരു ഓൾട്ടർനേറ്റ് ഡേയുടെ ക്വസ്റ്റ്യൻ എന്ന് മാത്രമല്ല, മിക്ക ക്വസ്റ്റ്യനിലും നമുക്ക് ഇത്രയും ഈ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യം ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. P, Q, R അല്ലെ? ഇതിന്റെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 10, 20, 30. അപ്പൊ ഈ 3 നമ്പേഴ്സിന്റെ LCM നിങ്ങൾ എടുക്കുക, അതായിരിക്കും വർക്ക്. 1, 2, 3 LCM 6 ആണ്. ദെൻ 10 കൂടെ ഉണ്ടായതുകൊണ്ട് ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. വർക്ക് എന്ന് പറയുന്നത് 60 കിട്ടി. ഓക്കെ, വർക്ക് 60 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എഫിഷ്യൻസി കാണണം. ഓക്കെ, എഫിഷ്യൻസി എങ്ങനെയാ? ഈ വർക്കിനെ അവരവരുടെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ P യുടെ എഫിഷ്യൻസി 60/10 6, Qന്റെ എഫിഷ്യൻസി 60/23, Rന്റെ എഫിഷ്യൻസി 60/32. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് കോമൺ ആയിട്ട് നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ പല ക്വസ്റ്റ്യനുകളിലും ചെയ്യുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രേ ഉള്ളൂ. Pക്ക് 1 day 6 വർക്ക് ചെയ്യാം, Qവിന് 1 day 3 വർക്ക് ചെയ്യാം, Rന് 1 day 2 വർക്ക് ചെയ്യാം എന്നതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവരുടെ എഫിഷ്യൻസി ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മൊത്തത്തിൽ നമുക്ക് വായിക്കാം. അപ്പൊ ഈ ഒരു പാർട്ട് വന്നാൽ ഇത് എങ്ങനെ അവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ P, Q, R can do a piece of work in 10, 20 and 30 days respectively. Then നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. In how many days can P do the work if assisted by Q and R on every alternate days? ഇനിയും ഇത് ഇവരുടെ കഴിവുകൾ പറഞ്ഞു. ഇനി ഇവര് യഥാർത്ഥത്തിൽ ഇങ്ങനെ ജോലി എങ്ങനെ ചെയ്ത് തീർക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എത്ര ദിവസം എടുക്കും? ഇവർ ചെയ്യുന്നത് എങ്ങനെ? P ആണ് ജോലി ചെയ്യുന്നത്, അതായത് P എല്ലാ ദിവസവും ജോലി ചെയ്യും. ഓക്കെ, ആൻഡ് if he is assisted by Q and R on every alternate day. സോ ഫസ്റ്റ് ഡേയില് ആരാ ജോലി ചെയ്യുന്നത്? Pയും Qവും അല്ലെ? P ഈ ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ അസിസ്റ്റ് ചെയ്യുന്ന ആരാണ്? Qവും Rഉം എവറി ഓൾട്ടർനേറ്റ്. ഫസ്റ്റ് ഡേ Q, സെക്കൻഡ് ഡേ R ഹെൽപ്പ് ചെയ്യും. ആരെ? Pയും Rഉം ആയിരിക്കും സെക്കൻഡ് ഡേ. ക്ലിയർ അല്ലേ?
ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുക. ഫസ്റ്റ് ഡേയിൽ PQ, പിന്നെ PR, പിന്നെ PQ-PR, പിന്നെ PQ-PR, അങ്ങനെ അങ്ങനെ പോകും അല്ലെ. സോ ഫസ്റ്റ് ഡേയിൽ അവിടെ എത്ര വർക്ക് കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞേ. Pക്ക് ഒരു ദിവസം 6 വർക്ക് ചെയ്യും, അതാണ് അവരുടെ എഫിഷ്യൻസി അല്ലെ. Pക്ക് 6 വർക്ക് ചെയ്യാം, Qവിന് 3 വർക്ക് ചെയ്യാം ഒരു ദിവസം. എന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ ഒരു ദിവസം എത്ര വർക്ക് ചെയ്തു? 9 വർക്ക് ചെയ്തു. ക്ലിയർ ആണോ? ഫസ്റ്റ് ഡേയില് Pയും Qയും കൂടെ 9 വർക്ക് ചെയ്തു അല്ലെ. അതാണ് അവരുടെ എഫിഷ്യൻസി വെച്ച് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി സെക്കൻഡ് ഡേയില് Pയും Rഉം ആണ് ചെയ്തത്. എന്ന് വെച്ചാൽ Pക്ക് ഒരു ദിവസം 6 വർക്കും ചെയ്യാം, Rന് ഒരു ദിവസം 2 വർക്കും ചെയ്യാം. അങ്ങനെ രണ്ടുപേരും കൂടെ 8 വർക്ക് ചെയ്തു. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ 2 ദിവസം കൊണ്ട് ഇവിടെ എത്ര വർക്ക് ചെയ്തു? 17 വർക്ക് ചെയ്തു. അങ്ങനെയല്ലേ? ഇനി ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോൾ വീണ്ടും ഒരു 17 ആയി അല്ലെ, 30. ഒരു 2 ഡേയ്സും കൂടെ കഴിയുമ്പോൾ വീണ്ടും ഒരു 17. അങ്ങനെ അങ്ങനെ പോയി എവിടെ നമ്മൾ എത്തണം? 60 വർക്ക്. നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 60 ആണ്, അത് കംപ്ലീറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ട ഇതാണ്, ഏതാണ് ആ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള സാധനം കണ്ടുപിടിക്കുക. ഇവിടെ ഇപ്പൊ 2 ദിവസമാണ് ഇങ്ങനെ പോകുന്നത് അല്ലെ. 2 ദിവസം ഈ വർക്ക്, വീണ്ടും 2 ദിവസം, വീണ്ടും 2 ദിവസം, അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ഇനി ഒരു ചെയ്യാനുള്ള എളുപ്പം, നമ്മൾ ഇങ്ങനെ 17 + 17 അങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതിന് പകരം 17 ഇൻറ്റു എന്ത് ചെയ്താലാണ് ആ 60 എടുത്ത് വരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ 17 ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ 2 days + 2 days, വീണ്ടും ഒരു 2 days വരുമ്പോൾ 51 ആയി അല്ലെ. വീണ്ടും ഒരു 2 days എടുക്കുമ്പോഴത്തേക്ക് 51 + 17 ചെയ്യുമ്പോൾ 60 കഴിഞ്ഞു പോയി. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ ആലോചിക്കാം. അത് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് പറഞ്ഞത് 17 ഇൻറ്റു എന്ത് ചെയ്താലാണ് ആ 60 അടുത്ത് അല്ലെങ്കിൽ 60ക്ക് ഉള്ളിൽ വരുന്നത് നോക്കുക. 17 ഇൻറ്റു 3 ചെയ്തപ്പം 51 വന്നു. 17 ഇൻറ്റു 4 ചെയ്തപ്പം 68 ആയി അല്ലെ. അപ്പൊ അത് വേണ്ട, 17 ഇൻറ്റു 3. അപ്പൊ ഇവിടെ ഇൻറ്റു 3, ഈ ഡേയ്സിനെ നമ്മൾ ഇൻറ്റു 3 ചെയ്തു. അങ്ങനെ 6 days കൊണ്ട് ഇവിടെ 51 വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് കിട്ടി. മനസ്സിലായോ? 6 ദിവസം കൊണ്ട് 51 വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനിയും നമുക്ക് എത്ര വർക്ക് ചെയ്യാനുണ്ട്? നമുക്കറിയാം, ഇനി നമുക്ക് ടോട്ടൽ 60 വർക്കാ ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ ഇനി റിമൈനിങ് എത്ര വർക്കും കൂടെ ഉണ്ട്? റിമൈനിങ് 9 വർക്കും കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഈ 6 days അവസാനിക്ക് നിൽക്കുമ്പം ആദ്യം PQ-PR 2 ദിവസം, വീണ്ടും PQ-PR 2 ദിവസം, വീണ്ടും PQ-PR, അങ്ങനല്ലേ നിൽക്കുന്ന 6 ദിവസമായി. നെക്സ്റ്റ് ഡേ ആരാ? വീണ്ടും PQ ആണ് ചെയ്യുന്നത് അല്ലെ. നെക്സ്റ്റ് ഡേ, അതായത് 7th ഡേ പ്ലസ് നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ 7th ഡേയില് ആര് ചെയ്യും? 51 വർക്കിന്റെ കൂടെ ഈ PQ ചെയ്യും. ഒരു ദിവസം PQന് 9 വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ നെക്സ്റ്റ് ഡേ 7th ഡേ ആവുമ്പോഴത്തേക്ക് PQ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ 9ഉം കൂടെ വന്ന് 60 കംപ്ലീറ്റ് ആയി. ക്ലിയർ അല്ലേ? അപ്പൊ എത്ര ദിവസം എടുത്തു? ആദ്യം നമ്മൾ ഈ കണ്ടുപിടിച്ച 6 ദിവസം 51 വർക്ക്, അടുത്ത ദിവസം PQ ചെയ്തു, വീണ്ടും ഒരു ദിവസം കൂടെ 7 days കൊണ്ട് 60 വർക്ക് അവിടെ ഫിനിഷ് ആയി. ക്ലിയർ ആണോ? ഓപ്ഷൻ C 7 days. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. പിന്നെന്താ നമ്മളുടെ ജോലി? ഇനി ഏതാണ് ആ റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവര് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ അങ്ങനെ ചെയ്യുന്നത് ഏതാണെന്ന് നോക്കി വർക്ക് കണ്ടുപിടിക്കാം. അതായത് എത്ര ദിവസം കൂടുമ്പോഴാണ് ഈ ജോലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് കിട്ടി 2 days കൊണ്ട് 17 വർക്ക് എന്ന് കിട്ടി. ഇനി നമ്മളിങ്ങനെ പ്ലസ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു 17 ഇൻറ്റു എന്ത് ചെയ്താലാണ് ആ 60 അടുത്ത് വരുന്നതെന്നൊന്ന് ആലോചിക്കുക. അപ്പൊ 17 ഇൻറ്റു 3 കിട്ടി, 6 days കൊണ്ട് 51. ഇനി റിമൈനിങ് എത്ര ഉണ്ടെന്ന് നോക്കുക. 9 വർക്ക് അല്ലെ. ആ 9 വർക്ക് ഈ PQ ഒരു ദിവസം ചെയ്താൽ, Pയും Qയും കൂടെ ഒരു ദിവസം ചെയ്താൽ അത് തീരും അല്ലെ. അങ്ങനെ 7 days കൊണ്ട് ഇവിടെ ഈ വർക്ക് ഫിനിഷ് ആയി. ക്ലിയർ ആണോ? ഇതേ മോഡൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. A, B and C working separately can do a piece of work in 11 days, 20 days and 55 days. In how many days the work will be completed if A is assisted by B and C on alternate day? Okay, അപ്പൊ എന്താണ് ഇവിടെയും നമ്മൾ ആദ്യം ഇപ്പൊ എന്ത് കണ്ടുപിടിക്കാം? അവരുടെ വർക്കും എഫിഷ്യൻസിയും കണ്ടുപിടിക്കുക. A, B, C ഉണ്ട് 11 days, 20 days, 55 days. 11, 20, 55. നിങ്ങൾ LCM എടുത്ത് നോക്കിയാൽ നമുക്ക് 220 എന്ന് കിട്ടും. സോ വർക്ക് വന്നിട്ട് 220. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചേ. ഇവിടെ എത്ര വരും? 20. ഇവിടെ എത്ര വരും? 11. ഇവിടെ എത്ര വരും? 4. അങ്ങനെ നമുക്ക് 3 പേരുടെ എഫിഷ്യൻസി കിട്ടി. ഇനി ഇവരെങ്ങനാ ചെയ്യുന്നത് നോക്കുക. ഫസ്റ്റ് ഡേ ആരാ ചെയ്യുന്നത്? ഇവിടെ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ഇഫ് A is assisted by B and C on alternate day അല്ലെ. അപ്പൊ ഫസ്റ്റ് ഡേ എയും ബിയും, സെക്കൻഡ് ഡേ എയും സിയും ആണല്ലോ. ഓക്കെ, ഫസ്റ്റ് ഡേയിൽ എയും ബിയും കൂടെ ചെയ്താൽ എത്ര വർക്ക് ഫിനിഷ് ആവും? 20ഉം 11ഉം അല്ലെ.
31 വർക്ക് ഫിനിഷ് ആവും. സെക്കൻഡ് ഡേ എയും സിയും കൂടെ ചെയ്താൽ എത്ര വർക്ക് ഫിനിഷ് ആയി? 24 വർക്ക് ഫിനിഷ് ആവും. അങ്ങനെ എത്ര ഇതാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് എ ബി വീണ്ടും വരും, പിന്നെ എ സി, പിന്നെ വീണ്ടും എ ബി വരും അല്ലെ. ആ 2 days ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. സോ 2 days കൊണ്ട് ഇവിടെ എത്ര വർക്ക് ഫിനിഷ് ആയി? 55 വർക്ക് ഫിനിഷ് ആയി. ക്ലിയർ ആണോ? 55 വർക്ക് ഫിനിഷ് ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കിയ 55 ഇൻറ്റു എന്ത് ചെയ്താലാണ് 220? ഡയറക്റ്റ് കിട്ടി. നമുക്ക് വേറെ റിമൈനിങ് ഒന്നും ഈ ക്വസ്റ്റ്യനിൽ ഇല്ല അല്ലെ. 55 ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് നമുക്ക് 220 വരുന്നത്. സോ ഇവിടെയും ഇൻറ്റു 4 ചെയ്താൽ 8 days. അങ്ങനെ 8 ദിവസം കൊണ്ടാണ് ഇവിടുത്തെ വർക്ക് ഫിനിഷ് ആവുന്നത്. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി 8 days. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PQR can do a piece of work in 20, 30 and 60 days. How many days does it need to complete the work if P does the work and he is assisted by Q and R on every third day? അപ്പം ഫസ്റ്റ് പാർട്ട് എഫിഷ്യൻസി വർക്ക് ഇതെല്ലാം കണ്ടുപിടിക്കുക. സെക്കൻഡ് പാർട്ട് ഇവരാ പറയുന്ന ഓൾട്ടർനേറ്റ് ഡേയ്സിൽ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ക്ലിയർ അല്ലേ? സോ PQR 20, 30, 60. 20, 30, 60 LCM കണ്ടുപിടിക്കാൻ നമുക്ക് 60 എന്ന് കിട്ടും. സോ വർക്ക് വന്നിട്ട് 60 ആണ്. ഇവരുടെ എഫിഷ്യൻസി 3, 2, 1. ഓക്കെ, എഫിഷ്യൻസിയും കിട്ടി. നെക്സ്റ്റ് എന്താണ് അവരെങ്ങനെയാ ചെയ്യുന്നത് നോക്കിയേ. How many days does it need to complete the work if P does the work and he is assisted by Q and R on every third day? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡേ ആരാ ചെയ്യുന്നത്? P ആ ചെയ്യുന്നത് അല്ലെ. ആരെങ്കിലും അസിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സെക്കൻഡ് ഡേ ആരാ ചെയ്യുന്നത്? P ആ ചെയ്യുന്നത്. അവിടെയും ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതായത് QR ഓൺ എവറി തേർഡ് ഡേ, മൂന്നാമത്തെ ദിവസം മാത്രം QR സഹായിക്കും അല്ലെ. സോ തേർഡ് ഡേ, ഇവിടെ 3 ഡേ ആണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാം അല്ലെ. PQR ഇതാണ് ഇനി പോകുന്നത്. അടുത്ത ദിവസം വീണ്ടും P, പിന്നെയും P, പിന്നെ മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് PQR, പിന്നെയും PQR അല്ലെ. അപ്പൊ ഇവിടെ 3 days ആണ് ഈ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഡേയിൽ P മാത്രം ചെയ്യുമ്പോൾ 3 വർക്ക്, സെക്കൻഡ് ഡേയിൽ വീണ്ടും P മാത്രം ചെയ്യുമ്പോൾ 3 വർക്ക്, തേർഡ് ഡേയിൽ Pയും QR ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര? 3 + 2 5, 5 + 1 6 വർക്ക്. ക്ലിയർ അല്ലേ? സോ 3 + 3 6, 6 + 6 12 വർക്കാണ് അവിടെ ഫിനിഷ് ആവുന്നത്. ഏതാണ്? അപ്പൊ ഇവിടെ നമുക്ക് ആ 3 ദിവസം അതാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ 3 ദിവസം കൊണ്ട് 12 വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റും. ടോട്ടൽ നമുക്ക് ചെയ്യേണ്ടത് 60 വർക്കാണ് അല്ലെ. സോ 12 ഇൻറ്റു എന്ത് ചെയ്താലാ 60 വരുന്നത്? 12 ഇൻറ്റു 5 ചെയ്താലാ നമുക്ക് 60 എന്ന് കിട്ടുന്നത്. സോ ഇവിടെയും ഇൻറ്റു 5 ചെയ്യുക, ദാറ്റ് ഈസ് 15 days. ക്ലിയർ ആണോ? 15 days കൊണ്ട് 60 വർക്ക് കംപ്ലീറ്റ് ആവും. ഓപ്ഷൻ സി 15. ക്ലിയർ അല്ലേ? ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്ത 3 ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് അതങ്ങ് തീരും അല്ലെ. 15 days കറക്റ്റ് ഡേയ്സ് കിട്ടും. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ അങ്ങനല്ല. നമുക്കിപ്പം ഈ ഒരു കറക്റ്റ് 60 ഒന്നും വരില്ല, റിമൈനിങ് കുറച്ച് ചെറിയ വർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അത് മിക്സഡ് ഫ്രാക്ഷനിലായിട്ട് ഡേയ്സ് വരും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. A, B and C can do a piece of work in 30, 20 and 10 days respectively. അത് തുടക്കം ആ പറഞ്ഞ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഡേറ്റ അതെല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. A is assisted by B on one day and by C on next day alternatively. How long would the work take to finish? Okay, first ഡേയിൽ A B, സെക്കൻഡ് ഡേയിൽ A C. അങ്ങനെയാണ്. അത് 2 days ആണ് ആ വർക്ക് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതെന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ A, B, C 30, 20, 10 വർക്ക് വന്നിട്ട് 60 ആയിരിക്കും. 30, 20, 10 LCM എടുക്കുമ്പോൾ 60 കിട്ടും. സോ എഫിഷ്യൻസി വന്നിട്ട് 2, 3, 6. ഓക്കെ, ദെൻ ഫസ്റ്റ് ഡേ ആരാ ചെയ്യുന്നത്? എയും ബിയും. ഓക്കെ, എത്ര വർക്ക് ഫിനിഷ് ആവും? എ ചെയ്താൽ 2 വർക്ക്, ബി ആണെങ്കിൽ 3, അങ്ങനെ 5 വർക്ക് അവിടെ ഫിനിഷ് ആവും. ഓക്കെ, ദെൻ സെക്കൻഡ് ഡേയിൽ ആരാ ചെയ്യുന്നത്? ആൻഡ് ബൈ സി ഓൺ ദ നെക്സ്റ്റ് ഡേ അല്ലെ. എ ഈസ് അസിസ്റ്റഡ് ബൈ സി, സോ AC. അപ്പൊ എത്ര വർക്ക് ഫിനിഷ് ആവും? 2, 6, 8. ക്ലിയർ ആണോ? അങ്ങനെ ഇതാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. എന്ന് വെച്ചാൽ അവിടെ 2 days കൊണ്ട് എത്ര വർക്ക് ഫിനിഷ് ആയി? 13 വർക്ക് അവിടെ ഫിനിഷ് ആവുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇത്രയും ഇതായി. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മൾ നേരത്തെ പോലെ 13 ഇൻറ്റു എന്ത് ചെയ്താലാണ് 60 അല്ലെങ്കിൽ 60 അകത്ത് വരുന്നത് നമ്മൾ നോക്കുന്നു അല്ലെ. സോ നമ്മൾ നോക്കുക, 13 ഇൻറ്റു 4 ചെയ്താല് 52 കിട്ടും. 13 ഇൻറ്റു 5 ആണെങ്കിൽ അത് കഴിഞ്ഞ് 65 ആവും. അപ്പൊ നമുക്ക് ഇതാ വേണ്ടത് അല്ലെ, 13 ഇൻറ്റു 4. ഓക്കെ, അപ്പൊ ഇൻറ്റു 4 ചെയ്യുന്നു, ഇവിടെ 52 വർക്ക് വരുന്നു. ഇവിടെയും ഇൻറ്റു 4 ചെയ്യുന്നു, 8 days.
ഓക്കെ, അപ്പൊ തീരുന്നില്ല. 8 days കൊണ്ട് 52 വർക്ക് അവിടെ ഫിനിഷ് ആയി ആണല്ലോ. ഇനി നെക്സ്റ്റ് ഡേ ആരാ ചെയ്യുന്നത്? ഈ 8 days എന്ന് പറഞ്ഞാൽ ഈ ഒരു പെയർ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുക. നെക്സ്റ്റ് ഡേ വീണ്ടും AB ചെയ്യും അല്ലെ. നെക്സ്റ്റ് ഡേ AB അല്ലെ. AB ചെയ്താൽ എത്ര വർക്ക് അവിടെ ഫിനിഷ് ആവും? 5 വർക്ക് ഫിനിഷ് ആയി അല്ലെ. സോ 5 ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എടുക്കാം 57 വർക്ക് ഫിനിഷ് ആയി. ഇപ്പൊ എത്ര ദിവസമായി? 8 ഡേയും അതിന്റെ നെക്സ്റ്റ് ഡേയും 9 days. 9 days കൊണ്ട് അവിടെ 57 വർക്ക് ഫിനിഷ് ആയി. ഓക്കെ, ഇനി നിങ്ങൾ ഒന്ന് ഓപ്ഷനിലേക്ക് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ആയി. കാരണം 9 വരുന്ന ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതായത് ഇനി ബാക്കി ഒരു 3 വർക്കും കൂടെ ഉണ്ട്. ആ 3 വർക്ക് ചെയ്യാൻ പോകുന്നത് AB ആണല്ലോ ഇപ്പൊ നെക്സ്റ്റ് ഡേ ചെയ്ത്. അത് കഴിഞ്ഞാൽ AC അല്ലെ. AC ഒരു ദിവസം ചെയ്ത് 8 വർക്ക് ചെയ്യും. പക്ഷെ 8 വർക്ക് ചെയ്യണ്ട, അവിടെ 3 വർക്ക് ചെയ്താൽ മതി അല്ലെ. ദാറ്റ് മീൻസ് 3/8 days എന്ന് പറയാം അല്ലെ. അത് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ ഒന്നിൽ 9 തന്നെ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് മനസ്സിലാക്കി. 8 days കൊണ്ട് 52 വർക്ക് അവിടെ ഫിനിഷ് ആയി. നെക്സ്റ്റ് ഡേ അതായത് 9th ഡേയില് AB ആണ് ചെയ്യുന്നത്. 5 വർക്ക് അവിടെ ചെയ്തു. 57 വർക്ക് ഫിനിഷ് ആയി. ഇനി എന്താ? ഇനി നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ AC ആണ് ചെയ്യാൻ പോകുന്നത്. ACക്ക് ഒരു ദിവസം 8 വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും നമ്മൾ വർക്ക് ചെയ്യണ്ട. ഇവിടെ റിമൈനിങ് 3 വർക്കേ ഉള്ളൂ അല്ലെ. 3 വർക്ക് ചെയ്താൽ മതി. അപ്പൊ എത്ര സമയം എടുക്കും? 3/8 days ആ എടുക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യം 9 എടുത്തു, പിന്നെ ഒരു ദിവസം ഫുള്ള് വേണ്ട, നമുക്ക് 3/8 കൂടെ മതി അല്ലെ. 9 3/8 days ആണ് ആൻസർ. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ A 9 3/8. ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായി? ഒന്നും കൂടെ ഒന്ന് നിങ്ങൾ കണ്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടൈം ആൻഡ് വർക്കിലെ ഈ ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പഠിച്ചു. പിന്നെ അവരെങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RRB NTPC, RRB ALP, RRB ഗ്രൂപ്പ് ഡി. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാം, മോക്ക് ടെസ്റ്റ്, വീക്ക്ലി എക്സാംസ് എല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മളുടെ കോഴ്സ്. ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.